ഞാനും തീരുമാനിച്ചു. നാളെ വിനോദിന്റെയും സുജിയുടെയും നമ്മൾ രണ്ടുപേരും 2 ജോലികൾ ഏറ്റെടുക്കും. കല്യാണ പെണ്ണിനെയും 2 വീട്ടുകാരെയും ഇഷിത രജിസ്റ്റർ ഓഫ്. വിനോദിനെ രാവിലെ അവന്റെ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന ജോലി എന്റെ. നമുക്കിത് വലിയൊരു സസ്പെൻസ് ആക്കി വെക്കണം. രജിസ്റ്റർ ഓഫീസിൽ എത്തുമ്പോഴേ സുജിയും വിനോദും ഇനി ഇവരറിയാം. അല്ല, ഒരു കല്യാണ പെണ്ണിന്റെ ഒരുക്കമെങ്കിലും സുജിക്ക് വേണ്ടേ? അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയുടെ കല്യാണത്തിന് പോവാൻ ഞാൻ അവളെയും കൂടി വിളിച്ചാ പോരെ? അച്ഛനമ്മമാരോട് മാത്രം കാര്യം പറയാം. ഇനി അച്ഛന്റെ ആശങ്ക എങ്ങനെ പരിഹരിക്കുന്നല്ലേ? അതിന് വേണ്ട ഞാൻ. ഇനി എന്താ ആഗ്രഹമുള്ളത്? ആദ്യമൊക്കെ ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു. അവന്റെ ഭയവും സങ്കടവും കേട്ട് അവൻ ആവശ്യപ്പെടാതെ തന്നെ ഞാൻ പറഞ്ഞതാ. എന്റെ ഡെലിവറിക്ക് മുമ്പ് അവനെ ഞാൻ നമ്മുടെ കൂടെ കൊണ്ടുവരുന്നു. ഇനിയും എനിക്ക് രജനയെ ഒരു ഭയവും ഇല്ല. അത്രത്തോളം ദ്രോഹം അവൾ ചെയ്തു. നമ്മുടെ മോനെ തിരിച്ചു പിടിക്കേണ്ട സമയമായി. ചിപ്പിയോട് ആകാശ് പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ തിടുക്കപ്പെടുന്നതും അതുകൊണ്ട്. കുഞ്ഞാവ് വരുമ്പോ അതിന് ചേച്ചി മാത്രം പോരാ, ഏട്ടനും ഉണ്ടാവണം. ഒരു ബെഡിൽ എന്റെ 2 മക്കളുടെ നടുവിൽ കിടന്ന് അവരുടെ കുഞ്ഞുവാവ കൈകാലുകൾ ചലിപ്പിച്ച് ചിരിക്കുന്ന കാഴ്ച എനിക്ക് കാണും. എന്താ പറയുക ആലോചന? മുഖം കണ്ടാൽ അറിയാം. കാട് കയറിയുള്ള ചിന്തയാണ് ഞാൻ ആലോചിക്കുന്നത്. ഏട്ടൻ ഇങ്ങനെ ത്രില്ലടിക്കാൻ കാരണം എന്താണ്? അത് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഞാനൊരു സർപ്രൈസ് തരാൻ പോകുന്ന കാര്യം. എന്റെ ഏട്ടാ, മുമ്പ് ഇതുപോലെ എന്നെ കാറിൽ കയറ്റി സർപ്രൈസ് തരാൻ കൊണ്ടുപോയത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അതെന്ത് സർപ്രൈസ്? ഞാൻ ഓർക്കുന്നില്ല. അനുഗ്രഹയുടെ മമ്മി അരുന്ധതി മേഡത്തിനെ കാണാൻ പോയത്. ഇത് അങ്ങനെയുള്ള സർപ്രൈസ് ഒന്നും അല്ല. എന്റെ ആക്സിഡന്റിന് ശേഷം ഞാൻ ആളാകുന്നു. എല്ലാ ഡിസിഷൻസും സഡന തീരുമാനിക്കുന്നു, പ്രാവർത്തികമാക്കും. കാത്തിരുന്ന് കാണാനൊന്നും എനിക്കിപ്പോ നേരമില്ലടാ. ഹീറോയിസേ കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എങ്ങനെ കൂടാതിരിക്കും? ഒരു പെണ്ണ് ഹൃദയം തുറന്ന് സ്നേഹിക്കാനുണ്ടെങ്കിൽ ഏതാണെങ്കിലും ഹീറോയിസം. ഇഷിതേടത്തിയ ഏട്ടന്റെ ജീവിതം മാറ്റിമറിച്ചു. ഏട്ടനെ മുജ്ജന്മത്തിൽ ചെയ്ത സുഹൃത ഫലം. നീ ഒരു പെണ്ണിന് മനസ്സ് കൊടുത്ത് വെച്ചിരിക്കല്ലേ? അവള് വരുമ്പോ നിന്റെ ലൈഫ് മാറി. മനസ്സ് അതിനൊന്നും സെറ്റ് ആവുന്നില്ല ഏട്ടാ. ജയിലിൽ കിടന്നപ്പോ അവൾക്കൊരു ഉറപ്പ് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. സ്വതന്ത്രനായി പുറത്തു വന്നപ്പോഴും മനസ്സേതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്. അവളിപ്പോ ഇനിയും കാത്തിരിക്കണമെന്നാണ്. എനിക്കതിനൊരു മറുപടി പറയാൻ പറ്റുന്നില്ല. അതാണ് സത്യം. ആകെ ഒരു സമാധാനം കാത്തിരിക്കാൻ അവൾക്കൊരു മടുപ്പില്ലെന്നുള്ളത്. അപ്പോ കുറഞ്ഞതൊരു 2 വർഷമെങ്കിലും പിടി. നിന്റെ മൈൻഡ് ഒന്ന് സെറ്റാ. നിന്റെ ഉള്ളിൽ ജ്വലിക്കുന്നത് പകയുടെ. ഏട്ടനെ അത് വിട്. നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് ഇനിയെങ്കിലും ഒന്ന് പറയാമോ? നമ്മൾ സ്ഥലത്തെത്താറായി. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് അറിഞ്ഞാ പോരെ. ഇവിടെന്താ ഏട്ടാ? ഇവിടെന്താ? മഹേഷ് ചന്ദ്രനായ ഞാൻ എന്റെ അനിയൻ വിനോദിന്റെ രജിസ്റ്റർ മാരേജ് നടത്താൻ തീരുമാനിച്ചിരിക്കും. പെണ്ണ് എന്റെ ഭാര്യ, ഇഷിതയുടെ അനിയൻ. അവളുടെ പേര് സുചിത്ര. ഏട്ടാ മിണ്ടരുത്. അകത്ത് എല്ലാരും എത്തിയിട്ടുണ്ട്. മിണ്ടാതെ കൂടെ വന്ന് പേരെഴുതി ഒപ്പിട്ടിട്ട് ഓരോ ഹാരവും പരസ്പരം അണിയിച്ച് പെണ്ണിന്റെ കൈയും പിടിച്ചങ്ങ് പൊയ്ക്കോണം. ഏട്ടൻ എന്നോടൊരു വാക്ക് പറയാൻ ഒരു സമയം കിട്ടിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ, കാത്തിരുന്ന് കാണാനൊന്നും എനിക്കിപ്പോ സമയമില്ല. മഹേഷ് ഇപ്പൊ സഡന് ഇനി സിനിമ ഡയലോഗിൽ പറഞ്ഞ ഫയറ. എന്താ ഇഷ്ടായില്ലേ? പരമഞ്ജിമേ, നീ അറിഞ്ഞു കാണുമല്ലോ, വിനോദിന്റെ സുചിത്രയുടെയും വിവാഹം കഴിഞ്ഞു. സത്യമാണോ നീ പറയുന്നത്? ഞാൻ അറിഞ്ഞില്ല. എന്നിട്ടെന്താ നീ ഈ വിവരം നേരത്തെ എന്നോട് പറയാതിരുന്നത്? അതിന് എന്നെ ആരെങ്കിലും അറിയിച്ചിട്ട് വേണ്ടേ? എല്ലാരും കൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാ അമ്മ എന്നോട് പറയുന്നത്. എന്നെ ഒളിപ്പിച്ച സ്ഥിതിക്ക് ഞാൻ പോയില്ല. ഇനിയിപ്പോ ഇഷിതയുടെ അനിയത്തിയായിട്ട് ഇങ്ങോട്ടൊരു വരവുണ്ട്. നീ പറ രജനെ, ഇനിയിപ്പോ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചവളോ ഞാൻ. പ്രായം ഇത്രയായി, ഇനി എനിക്കൊരു ജീവിതം ഉണ്ടാവുമെന്ന് നീ കരുതുന്നുണ്ടോ? കൈലാസേട്ടൻ ഇപ്പോ എന്നെ വിളിക്കാറ് പോലും ഇല്ല. എന്തിനും ഏതിനും ഞാൻ കൈലാസേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും കൈലാസേട്ടൻ സ്ത്രീ വിഷയത്തില് ആള് ശരിയല്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ സംരക്ഷിച്ച് കൂടെ നിർത്തി. കൈലാസിനെ ഞങ്ങൾക്കറിയുന്ന പോലെ നിനക്കറിയില്ല. എനിക്ക് തന്നെ കൈലാസിനെ കൊണ്ട് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നോട്ടം കൊണ്ട് നശിപ്പിച്ച് കളയുന്നവനാ എന്റെ കൈലാസേട്ടൻ. കൈലാസേട്ടൻ വേറെ ഏതോ പെണ്ണിന്റെ കൂടെ ജീവിച്ചു തുടങ്ങിയെന്നുള്ള കാര്യം ഉറപ്പാ. ഇത് തന്നെയാ ആകാശ് എന്നോട് പറഞ്ഞത്. നീ കൈലാസിന് വേണ്ടി പണം ചോദിച്ചു വന്നില്ലേ? മഞ്ജിമ പണം കടം വാങ്ങി അയച്ചു കൊടുക്കുന്നത് കൈലാസിന് കണ്ട പെണ്ണുങ്ങൾക്ക് കൊടുക്കാനാണെന്ന് ആകാശ് പറഞ്ഞു. ഈ വീട്ടില് എനിക്ക് എന്താ വിലയുള്ളത്? പെറ്റമ്മ എന്നോട് ഇറങ്ങി പോവാൻ പറയുന്നു. അച്ഛനത് എന്തേ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ മഹേഷിന്റെ മുഖം ഞാൻ കണ്ടു. ഇനി വിനോദിന്റെ ഭാര്യ കൂടി വന്ന എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. എല്ലാരും ആഘോഷിക്കുമ്പോ അവഗണിക്കപ്പെട്ട് ഒറ്റയ്ക്കൊരു റൂമിൽ കഴിയേണ്ട അവസ്ഥ നിനക്ക് പറഞ്ഞു മനസ്സിലാവില്ല. എനിക്ക് ഏകാന്തവാസം സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ആൺകൂട്ട് എനിക്കില്ല. ഒരു പുരുഷന്റെ സ്പർശന സുഖം അറിയാതെ എത്ര കാലം ഇങ്ങനെ കഴിയും? ഒരു ആണിന്റെ ഗന്ധം അനുഭവിക്കാൻ കൊതിച്ചു പോവാൻ ഞാൻ. ഇവൾക്ക് ഭ്രാന്ത്. എനിക്ക് സത്യത്തിൽ ഭ്രാന്ത് പിടിക്കുക. എന്റെ വീട്ടുകാര് പുതിയ പെണ്ണുമായിട്ട് ഉടനെ ഇങ്ങോട്ട് കയറി വരും. ഇനി ഞാൻ കാണും കേൾക്കുകയും ചെയ്യേണ്ടത് വിനോദിന്റെ അവന്റെ പെണ്ണിന്റെയും പ്രേമലീലകളായിരിക്കും. എന്റെ വകയായി ഒരു വിവാഹ സമ്മാനം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. വരുമ്പോ കാണുന്നത്. ഹലോ മഞ്ജിമേ, ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ. ചോര വാർന്നു മരിച്ച എന്റെ ശവമായിരിക്കും. മഞ്ജിമേ, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാനേ കത്തി എന്റെ കൈ തന്നെ വെച്ചാ സംസാരിക്കുന്നത്. വേണ്ട, നീ അവിവേകം കാണിക്കരുത്. നീ എന്നെ തടഞ്ഞിട്ട് കാര്യമില്ല. മഞ്ജിമ വേണ്ടടി. അവസാനമായി നിന്നോട് സംസാരിക്കണമെന്ന് കരുതി ഞാൻ വിളിച്ചതാ. മഞ്ജിമ, ഞാൻ പറയുന്നത് നീ കേട്ടിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ എന്റെ മനസ്സ് മാറില്ല. നിന്റെ അതേ അവസ്ഥ ഏറെക്കുറെ എനിക്കും. ഞാൻ മഹേഷിന്റെ പിന്നാലെ പോയത് മനസ്സിലാക്കി ആകാശ് എന്നെ അകറ്റി നിർത്തിയിരിക്കോ ഇവിടെ. ഞങ്ങൾ ഒന്നിച്ചൊരു ബെഡിൽ ഉറങ്ങിയിട്ട് ഒരുപാട് നാളായി. ആകാശ് എന്റെ അടുത്ത് വരാറില്ല. മഹേഷിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട എനിക്ക് മഹേഷിന് കിട്ടിയതുമില്ല. ഇഷിത മാത്രം സന്തോഷം അനുഭവിക്കുന്നു. സൂയ മൂത്തിട്ട്
സഹിക്കാൻ പറ്റുന്നില്ല. അവൾ ഒരു സുഖവും അനുഭവിക്കരുത്. അവളെ നമ്മൾ തകർക്കണം. ഇഷിതയുടെ വിജയം കണ്ട് മരിച്ച നിന്റെ ആത്മാവിന് മോക്ഷം കിട്ടും. എനിക്ക് മോക്ഷമൊന്നും വേണ്ട. മരിച്ച പ്രേതമായിട്ട് വന്ന് ഇഷിതയും മഹേഷും ഒന്നിച്ച് കിടക്കുമ്പോ അവരുടെ കാലുകളെ പിടിച്ച് വലിക്ക് ചുവരിനെ പിടിച്ചടിക്കണം. ജീവിച്ചിരിക്കുമ്പോ ചെയ്യാൻ കഴിയാത്തത് മരിച്ചിട്ട് എനിക്ക് ചെയ്യണം. എടി മണ്ടത്തരം പറയാതെ പക വീട്ടുന്നത് ഈ ജന്മത്തിലാവണം. അത് നമ്മൾ കണ്ട് സന്തോഷിക്കണം. ആകാശ് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നടന്നിരിക്കും. എല്ലാത്തിനും ഞങ്ങൾക്ക് നിന്റെ കൂട്ട് വേണം. നീ നിന്റെ തീരുമാനം മാറ്റണം. എനിക്ക് മരിക്കണം. നീ ഒരു വിട്ടിയ മഞ്ജുമേ. കൈലാസം മാത്രമേ ഈ ഭൂമിയിൽ ആണായിട്ടുള്ളൂ. അവനെക്കാളും ആരോഗ്യവും സൗന്ദര്യവുമുള്ള എത്ര പുരുഷന്മാരുണ്ട്. നിന്നെ കണ്ട ആരടി മോഹിക്കാത്ത? നിന്റെ ശരീരം ഒന്ന് ഉടഞ്ഞിട്ട് പോലുമില്ല. പ്രസവിക്കാത്തവളല്ലേ നീ? നിന്റെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരാള് വരൂടി. കൈലാസന്റെ രാജാവായ ഒരു കാമദേവൻ. നീ കുറച്ചൊന്ന് കാത്തിരിക്ക്. നിനക്കൊരുത്തൻ എവിടെയോ ഉണ്ടടി. അവൻ നിന്റെ മുന്നിൽ വരിക തന്നെ ചെയ്യും. അതിന്റെ തീരുമാനം മാറ്റുക. എനിക്കും സുഖിച്ച് ജീവിക്കണം രജനെ. അങ്ങനെ തോൽക്കില്ലെന്ന വാശിയോടെ ജീവിക്കുക. നിന്റെ മനസ്സിൽ നിന്ന് കൈലാസ് ഇറങ്ങി പോകാത്തതാണ് നിന്റെ പ്രശ്നം. അവനെ വിട്ടു കളഞ്ഞേക്ക്. ശരി, നീ വെച്ചു. നമുക്കുടനെ നേരിൽ കാണാം. വിനോദിന്റെ സുജിയുടെ രജിസ്റ്റർ മാരേജ് മഹേഷ് നടത്തിയതോ? പിന്നെന്താ ഓക്കെ അല്ലാത്തത്? രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ഉടൻ മഹേഷ് അവരെ ഹണിമൂണിന് കൊടൈക്കനാൽ പറഞ്ഞയച്ചത് തീരെ ശരിയായില്ല. രണ്ട് വീട്ടുകാരും പങ്കെടുത്ത ചടങ്ങായിരുന്നു. പുതിയ പെണ്ണിന്റെ ഗൃഹപ്രവേശം കൂടി ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒപ്പിട്ടു. അവിടെ വെച്ച് 2 മാലകളും കഴുത്തിലിട്ടു. പിന്നെന്താ കുറച്ച് ഫോട്ടോസും എടുത്തു. അപ്പൊ ഏട്ടൻ ഫ്ലൈറ്റ് ടിക്കറ്റും പൊക്കി പിടിച്ചു വന്നിട്ട് വാ. ഉച്ചതിരിഞ്ഞുള്ള മധുരൈ ഫ്ലൈറ്റിൽ സ്ഥലം വിട്ടോളാം. എല്ലാവരും ഞെട്ടി. പക്ഷേ സുചിത്രയുടെ ശരിയാണല്ലോ ഞാൻ കണ്ടത്. എടോ, രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു വന്ന പെണ്ണിനെയും ചെക്കനെയും എവിടെയെങ്കിലും ആചാരപ്രകാരം ഗൃഹപ്രവേശം നടത്തിയതായി താൻ കേട്ടിട്ടുണ്ട്. എന്തുമാത്രം ബുദ്ധിമുട്ടിയാണെന്നോ ഞാൻ അന്ന് 2 ടിക്കറ്റ് ഓക്കെ കേട്ടു. അതെന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. മഹേഷിന്റെ തിടുക്കം കുറച്ചു കൊടുക്കും. ഇത് ധൃതി പിടിച്ച എന്റെ നീക്കം തന്നെ. എവിടേക്കാ പോകുന്നതെന്ന് പോലും പറയാതെ ഞാൻ വിനോദിനെയും കൂട്ടി അവിടെ ഉടനെ ഒരു വിവാഹത്തിന് അവന്റെ മൈൻഡ് സെറ്റ് ആയിട്ടില്ലെന്ന് സംസാരത്തിനിടയിൽ അവൻ തന്നെ നമ്മുടെ ഉപദേശമൊന്നും അവന്റെ മനസ്സിനെ സ്പർശിച്ചിട്ട് പക വീട്ടാനാ അവന്റെ നീക്കമെന്ന് എനിക്കറിയായിരുന്നു. എങ്ങനെ വിനോദം അടങ്ങിയിരിക്കും? താൻ തന്നെ അവനെന്നല്ല, എനിക്കും അതിന് കഴിയില്ല. അവനെ ഒന്ന് മെരുക്കിയിടും. നമുക്ക് അവനെ നഷ്ടപ്പെട്ടു. വീണ്ടും പോകുന്നത് കൊലക്കുറ്റത്തിന് ജയിലിലേക്കാവും. അതിന് ഞാൻ കണ്ടത് പെട്ടെന്നുള്ള ഈ വിവാഹം. ഇപ്പോ അവനൊരു ഭർത്താവ്, അവന്റെ കൂടെ ഒരു പെണ്ണുണ്ട്. പ്രതികാരം എങ്ങനെ ചെയ്യണം ഇനി അവന് മനസ്സിലായി. ഞാൻ ചെയ്തത് തിടുക്കമായി പോയെന്ന് എനിക്ക് തോന്നുന്നു. അവരവരുടേത് മാത്രമായി ലോകത്ത് പോയി ശ്വസം ജീവിക്കട്ടെ. കുറച്ചു കാലം ജയിലറയ്ക്കുള്ളിൽ വെറും നിലത്ത് കിടന്നുറങ്ങിയതല്ലേ. ഇനി അവൻ അവന്റെ പെണ്ണിനെ അവളുടെ അതിന് പറ്റിയത് കൊടൈക്കനാൽ. എനിക്ക് നീ ഒരു കടം കൂടി. അതെ, എന്നോ ഒരിക്കൽ ഞാൻ ആദരിക്ക് കൊടുത്ത ഉറപ്പ് ഇപ്പോഴാ പാലിക്കാൻ പറ്റുന്നത്. തമ്പ എന്റെ പഴയ ടീച്ചർ കൂടിയായ മദറിന് അകത്തേക്ക് വരാമോ മദർ? ആ നീയായിരുന്നോ? കേറി വാച്ചേക്ക. ആ അയ്യോ, ഡോക്ടർ ഇഷിത കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. എന്റെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പുറത്താ മഹേഷിനെ ഞാൻ എടാന്നൊക്കെ വിളിക്കും. മഹേഷിന് ഒരാളെങ്കിലും പേടിയുള്ളത് നന്നായി മദർ. അതല്ലേ ഇങ്ങനെ ഒരാളുള്ള വിവരം ഞാൻ തന്നോട് പറയാതെ. എനിക്ക് സ്കൂൾ ക്ലാസ് മുതല് മഹേഷിന്റെ ടീച്ചറായിരുന്നു ഞാൻ. ഇന്നും ആ പഴയ ബന്ധം സൂക്ഷിക്കുന്നത് മഹേഷ് മാത്രമാണ്. റിട്ടയർമെന്റിന് ശേഷം ഫാദർ ഡൊമിനിക്ക് എന്നെ ഈ ഓർഫനേജിന്റെ ചുമതല ഏൽപ്പിച്ചു. ആതിരയോട് വരാൻ പറ. ഡോക്ടർ ഇഷിതയ്ക്ക് ഇത് എത്ര മാസമായി? 3 കടന്നു. പിന്നെ മദർ എന്നെ പേര് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കിടയിൽ അന്യായി. ചായ കുടിക്കേ. നീ ആള് സ്മാർട്ടായല്ലോ. എനിക്കിവിടെ നിന്ന് കിട്ടിയ സ്നേഹം തന്നെയാണ് മാഡം അതിന് കാരണം. ഇന്ന് ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതിയോ? ഞങ്ങളിപ്പോ വന്നത് ആതിരയ്ക്ക് തന്ന വാക്ക് പാലിക്കാൻ. ഹൈദരാബാദില് നിനക്ക് ഞാനൊരു ജോലി ഏർപ്പാടാക്കി. ഇന്ന് രാത്രി 10 മണിക്കുള്ള ഫ്ലൈറ്റില് നീ ഇവിടെ. സർ, ഞാൻ പേടിക്കാനൊന്നുമില്ല. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ എന്റെ ഓഫീസിൽ നിന്ന് ഒരാൾ വണ്ടിയുമായിട്ട് വരും. അയാളെ നിന്നെ എയർപോർട്ടിൽ നീ അവിടെ ചെന്ന് ഇറങ്ങുമ്പോ കൂട്ടിക്കൊണ്ടുപോകാൻ ആളുണ്ട്. ഇനി പേടിയുണ്ടോ? ഇവർക്ക് എന്ത് പേടിയാണുള്ളത്? അത്രയ്ക്കും അനുഭവിച്ചു. ആദരിക്ക് അവിടെ വേണ്ടതൊക്കെ മഹേഷ് ചെയ്തിട്ടുണ്ട്. മലയാളികളുള്ള കമ്പനിയും അവിടെ നിന്റെ കഴിഞ്ഞു പോയ കാലം ഒന്നും പറയും. മഹേഷ് നിനക്കൊരു ജോലി വാങ്ങി. ഇതുവരെ അനുഭവിച്ച സങ്കടങ്ങളെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് നീ സ്വന്തം കാലം നിൽക്കാനാ ഇനി ശ്രമിക്കണം. കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയി ഡ്രസ് എടുക്കാം. ഡ്രസ്സുകളുണ്ട്, അത് തന്നെ ധാരാളം. എന്നാ ചെല്, അവിടെ എത്തിയാലുടനെ വിളിക്കണം. വിളിക്കാൻ സർ. ആതിര ഇതവളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്. അവിടെ ചെന്നാൽ ഒരു ആവശ്യത്തിന് അവൾ ആരുടെ മുന്നിൽ കൈനീട്ടാൻ പാടും. പുറപ്പെടാൻ നേരം മദർ ഇത് അവളെ. നിന്റെ ഈ മനസ്സ് ദൈവം കാണുന്നുണ്ടോ? നിനക്കും നിന്റെ കുടുംബത്തിനും നല്ലതേ വരും. മദറിന്റെ അനുഗ്രഹം മാത്രം മതി. എന്നാ ഞങ്ങൾ ഇറങ്ങണം. ആയിക്കോട്ടെ ഇഷിത, എന്റെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ടാവും. പൊയ്ക്കോളൂ. ശരി. ഏതായിട്ടൊക്കെ എന്നെ മഹേഷ് കാണാൻ വേണ്ടി വന്ന്? അഡ്വക്കേറ്റ് സുജി. അവന് നിന്റെ മോന്റെ ഉറപ്പ് കിട്ടിക്കാണും. മഹേഷ് എന്തൊക്കെ കളികൾ കളിച്ചാലും അവന്റെ മമ്മിയെ വിട്ട് പോവില്ല. കുഞ്ഞാവ് വരുമ്പോ അതിന്റെ വലിയേട്ടം വേണമെന്ന് തന്റെ ശബ്ദമല്ലേ? ഭാര്യ ശബ്ദം എടുത്ത ഭർത്താവല്ലേ നടത്തി